കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം പ്രധാനപ്പെട്ട ഒരു വിഷയമായി വാർത്താമാധ്യമങ്ങളിലും സാമൂഹിക മാധ്യമങ്ങളിലും അതുപോലെ തന്നെ മറ്റു വാട്സപ്പ് ഗ്രൂപ്പുകളിലും വിഷയമായി കൊണ്ടിരിക്കുന്ന കാര്യമാണ് SDP-യും ഇടതുപക്ഷവുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റി. കേരളത്തിൽ SDP-ഐ പരസ്യമായി LDF-നെ പിന്തുണക്കുമെന്നും LDF-ന് പിന്തുണയോ പ്രഖ്യാപിച്ചിട്ടില്ല. LDF നേതാക്കളോട് ചോദിക്കുമ്പോൾ അവർ പിന്തുണ പ്രഖ്യാപിക്കാത്ത കാര്യത്തിൽ ഞങ്ങൾ അഭിപ്രായം പറയേണ്ടതില്ല എന്ന് പറയുന്നു. SDP-യെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ പ്രവർത്തകർക്ക് നിർദ്ദേശം കൊടുക്കുമെന്നും ഈ കാര്യത്തിൽ ഓരോ മണ്ഡലത്തിലെയും വിഷയങ്ങൾ മുൻനിർത്തിക്കൊണ്ട് കേരളത്തിൽ പൊതുവായിട്ടുള്ള മുന്നണികളുമായിട്ടുള്ള നയസമീപനങ്ങളുമായി ബന്ധപ്പെട്ട് തീരുമാനം അറിയിക്കുമെന്നുമാണ് SDP-ഐ വ്യക്തമാക്കിയിരിക്കുന്നത്. എങ്കിൽ പോലും അടുത്ത കാലത്തായി LDF-നെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ SDP-ഐ പറയുന്നില്ല. തിരിച്ച് SDP-യെ മുൻപ് പറഞ്ഞതുപോലെയുള്ള വർഗീയവാദ, തീവ്രവാദ, ഭീകരവാദ ആരോപണങ്ങൾ CPM-ഉം പറയുന്നില്ല. ഇത് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ SDP-യുടെ ഈ നയം മാറ്റത്തിന് പിന്നിലുള്ള കാരണങ്ങൾ പൊതുസമൂഹത്തിൻ്റെ സോഷ്യൽ മീഡിയയുടെ അല്ലെങ്കിൽ മറ്റുള്ള ഇടങ്ങളിലൊക്കെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാമെന്ന് തോന്നി. ഒന്നാമത്തെ വിഷയം, കേരളത്തിലുള്ള ഇടതുപക്ഷവും LDF സർക്കാരുമായി ബന്ധപ്പെട്ട SDPI നയങ്ങളുമായി ബന്ധപ്പെട്ടല്ല ഈ വിഷയം വരുന്നത്. ഇത് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയമായ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം SDP എന്നുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസക്തി രാജ്യത്തിന് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ രാഷ്ട്രീയത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അവർ മുൻപോട്ട് വെക്കുന്ന പ്രത്യയശാസ്ത്രത്തെ, അവർ മുമ്പോട്ട് വെക്കുന്ന ആശയത്തെ, അവർ മുമ്പോട്ട് വെക്കുന്ന സംഘപരിവാർ വിരുദ്ധതയെ അത് മുഖവിലക്കെടുക്കാതെ, അവരംഗീകരിക്കാതെ കേവലം തീവ്രവാദ, ഭീകരവാദ, വർഗീയവാദ ചാപ്പ കുത്തിക്കൊണ്ട് മാറ്റി നിർത്താൻ കഴിയില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്ത് സംഭവിച്ചിരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. SDP-യെ സംബന്ധിച്ചിടത്തോളം 17 വർഷമായി അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയിട്ട് രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അങ്ങനെ രാജ്യത്തിന് വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പൊതുവായിട്ടുള്ള ഒരു നയമുണ്ട്. ആ നയം എന്നുള്ളത് SDP-യുടെ രൂപീകരണ കാലം മുതൽ തന്നെ SDP-ഐ വ്യക്തമാക്കിയിട്ടുള്ള ഒരു നയം. അത് സംഘപരിവാർ ഒഴിച്ച്, RSS ഒഴിച്ച്, BJP ഒഴിച്ച് രാജ്യത്തെ മുഴുവൻ സെക്യുലർ പാർട്ടികളുമായും സംഘടനകളുമായും സഹകരിക്കാം എന്നുള്ള നയസമീപനമാണ് SDP-യുടെ പ്രഖ്യാപിത നയം എന്നുള്ളത്. ഈ നയത്തെ പറ്റി പറയുമ്പോഴാണ്, അതുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് ഇപ്പോഴുള്ള നയരൂപീകരണവും ഉണ്ടായിട്ടുള്ളത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കേരളത്തിൽ LDF-യുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴും ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചേക്കേണ്ട ഒരു കാര്യം, തമിഴ്നാട്ടിൽ DMK മുന്നണിയിൽ ഔദ്യോഗികമായി SDP-യെ എടുത്തിരിക്കുകയാണ്. അവർക്ക് മത്സരിക്കാൻ ഒരു സീറ്റ് കൊടുത്തിരിക്കുകയാണ്. SDP-യുടെ സംസ്ഥാന പ്രസിഡന്റ് നെല്ലൈ മുബാറക്കാണ് ആ മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ അനുകൂലമായി വന്നാൽ അടുത്ത നിയമസഭയിൽ, തമിഴ്നാട് നിയമസഭയിൽ SDP-യുടെ അംഗം MLA ആയിട്ടുണ്ടാകും. SDP-യുടെ ആദ്യത്തെ MLA തമിഴ്നാട്ടിൽ നിന്നും ഉണ്ടാവുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ തമിഴ്നാട്ടിൽ ഒരു മുന്നണി കക്ഷിയുടെ ഭാഗമായിട്ട് SDP ഉണ്ട്. ഇനി കർണാടകയിലേക്ക് വന്നാൽ, കർണാടകയിലെ വിവിധ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, അങ്ങനെയുള്ള ഇടങ്ങളിൽ കോൺഗ്രസുമായി ഭരണ പങ്കാളിത്തമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് SDP-I എന്നുള്ളത്. മറ്റുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് പോയാൽ UP-യിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഒക്കെ അടക്കം കോൺഗ്രസുമായി സഹകരിച്ച് പല സംസ്ഥാനത്തും SDP-I ലോക്കൽ ബോഡിയിൽ ഭരണം കൈയാളുന്ന പാർട്ടിയാണ്. ഇനി ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ ബംഗാളിലെ ചിത്രം എന്താണ്? ബംഗാളിൽ 3 രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നു. അതിൽ CPM ഉണ്ട്, അവിടുത്തെ പ്രാദേശികമായ ICF എന്നുള്ള രാഷ്ട്രീയ പാർട്ടിയുണ്ട്, SDP-I ഉണ്ട്. അപ്പോൾ അവിടെയും CPM-ഉം SDP-യും സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഒരു മണ്ഡലത്തിൽ SDP-I മത്സരിക്കുന്നുണ്ട്. ആ മണ്ഡലത്തിൽ SDP-യുടെ സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കുകയും ചെയ്തു. അവിടെ CPM-ഉം SDP-യും പരസ്യമായി പ്രകടനം നടത്തുന്നതും പ്രചരണം നടത്തുന്നതിൻ്റെയും ഒക്കെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ നിരന്തരമായി വരുന്നുണ്ട്.
അപ്പോൾ ബംഗാളിലെ സാഹചര്യം അതാണ്, തമിഴ്നാട്ടിലെ സാഹചര്യം അതാണ്. അപ്പോൾ ഇന്ത്യ രാജ്യത്ത് ആകെ മൊത്തം ഒരു ഭീകരവാദ വർഗീയവാദ ചാപ്പ കുത്തി മാറ്റി നിർത്തേണ്ട കാലഘട്ടം SDP സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. അവരുടെ ഏറ്റവും ചാലഞ്ചിങ് ആയ ആദ്യഘട്ടം അവർ കടന്നിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ ഘട്ടം എന്നുള്ളത് ഇന്ത്യ രാജ്യത്തെ രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളത് അത് മുന്നണി രാഷ്ട്രീയത്തിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണിയാണ് പ്രവർത്തിക്കുന്നത്. കോൺഗ്രസ് ഒറ്റക്ക് അല്ല മത്സരിക്കുന്നത്. BJPയുടെ ആണെങ്കിൽ NDA മുന്നണിയും മറ്റൊരുപാട് പാർട്ടികളുമുണ്ട്. ഇത്രയും ശക്തമായ രാഷ്ട്രീയ പാർട്ടി ആയിട്ടും ഇന്ത്യയിൽ NDA എന്നുള്ള മുന്നണി സംവിധാനത്തിൽ തന്നെയാണ് BJPയും പ്രവർത്തിക്കുന്നത്. അപ്പോൾ രാജ്യത്ത് ഒരു മുന്നണി സംവിധാനമാണ്. തമിഴ്നാട്ടിലേക്ക് വന്നാൽ DMKയും AIADMK മുന്നണി സഖ്യമാണ്. കേരളത്തിലേക്ക് വന്നാൽ LDF UDF മുന്നണി സഖ്യമാണ്. ഇങ്ങനെ മഹാരാഷ്ട്രയും UPയും അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോയാൽ ഈ രീതിയിലാണ് കാര്യങ്ങളുള്ളത്. അപ്പോൾ മുന്നണി രാഷ്ട്രീയമാണ് രാജ്യത്തെ പൊതുവായിട്ടുള്ള രാഷ്ട്രീയ സമീപനം എന്നുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമായിക്കൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് കടക്കേണ്ടതിന്റെ അനിവാര്യത SDP മനസ്സിലാക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ മൂവ്മെന്റായി SDP അംഗീകരിക്കാൻ മുന്നണിയിലുള്ള രാഷ്ട്രീയ പാർട്ടികളും ആവേണ്ടി വരും. അതാണ് കേരളത്തിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളടക്കം പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവുന്നത്. അതായത് കഴിഞ്ഞ ദിവസം AKM അഷ്റഫ് എന്ന മുസ്ലിം ലീഗിന്റെ മഞ്ചേശ്വരം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ഒരു നിർണായകമായ കാര്യം പറഞ്ഞു. SDP എന്നുള്ളത് സെക്യുലർ പാർട്ടിയാണ്, BJP മാത്രമാണ് വർഗീയവാദികൾ എന്നുള്ളത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഒരു പ്രസ്താവന നടത്താൻ അടുത്ത കാലം വരെ ഒരു രാഷ്ട്രീയ നേതാവും തയ്യാറായിട്ടില്ല. പക്ഷേ മഞ്ചേശ്വരത്ത് സമീപകാലത്തുണ്ടായ SDP ഇടപെടലും അവിടുത്തെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഒരു പോസിറ്റീവ് പൊളിറ്റിക്സ് എന്നുള്ള നയവും ഒക്കെ മുൻനിർത്തി അവിടെ അത്തരത്തിലുള്ള ഒരു തീരുമാനം AKM അഷ്റഫിനെങ്കിലും എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇനി മറ്റു LDFന്റെയോ UDFന്റെയോ നേതാക്കൾക്കും അവരുടെ നയം തിരുത്തേണ്ട സാഹചര്യം ഉണ്ടാവുമെന്ന് തന്നെയാണ്. കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ഒരുപാട് പ്രതിസന്ധികൾക്കിടയിൽ, ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ, മുന്നണി കൂട്ടുകെട്ടുകൾക്കിടയിൽ SDP 100ഓളം സീറ്റുകളിൽ കേരളത്തിൽ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വിജയിച്ച ഒരു രാഷ്ട്രീയ പാർട്ടി കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ 1500-ൽ കുറവ് സീറ്റിൽ മത്സരിച്ച് 4 ലക്ഷത്തോളം വോട്ട് നേടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ആ രാഷ്ട്രീയത്തെ മാറ്റി നിർത്താൻ കേരളീയ സാഹചര്യത്തിൽ പോലും സാധ്യമല്ലാത്ത വിധം അത് അവരുടെ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കിടയിൽ സ്വാധീനം നേടിയിരിക്കുന്നു എന്നുള്ളതും അതിന് വ്യക്തമായ ഒരു സംഘടനാ സംവിധാനം ഉണ്ട് എന്നുള്ളതും പ്രബലമായ മുന്നണിയിലെ CPM, ലീഗ് അല്ലെങ്കിൽ കോൺഗ്രസ് പോലെ തന്നെ മറ്റൊരു രീതിയിൽ എല്ലാ മണ്ഡലങ്ങളിലും സംഘടനാ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അതാണ് എന്നുള്ളതും മുന്നണികൾ അംഗീകരിക്കേണ്ട കാലഘട്ടത്തിലേക്ക് ഇത് മാറിയിരിക്കുന്നു. ഇനി തീവ്രവാദ, ഭീകരവാദ, വർഗീയവാദ ചാപ്പയൊന്നും യേശുകയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, രാജ്യത്ത് മൊത്തം പ്രവർത്തിക്കുന്ന 10-14ഓളം സംസ്ഥാനങ്ങളിൽ പൂർണ്ണമായിട്ടുള്ള സംസ്ഥാന കമ്മിറ്റിയും അതല്ലാത്ത ഇടങ്ങളിൽ പരിപൂർണമായില്ലാത്ത തോതിൽ പോലും പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് അവിടെ മറ്റുള്ള പാർട്ടികൾക്ക് SDP സംവിധാനങ്ങൾ, അതായത് ഇപ്പോൾ ബംഗാളിൽ കണ്ടതുപോലെ തന്നെ CPMുമായി സഹകരിക്കുന്നു, DMK തമിഴ്നാട്ടിൽ സഹകരിപ്പിക്കുന്നു. ഇങ്ങനെ SDP എന്നുള്ളത് സഹകരിപ്പിക്കേണ്ട അല്ലെങ്കിൽ ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ വിശ്വസിച്ച് കൂടെ നിർത്താൻ പറ്റുന്ന ആ ഒരു കണിശമായ നിലപാടുകളുടെ പേരിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ആ SDP ഫാസിസ്റ്റ് വിരുദ്ധതയും SDP ആശയ പരിസരവും അംഗീകരിക്കാൻ രാജ്യത്തെ മുഖ്യധാര പാർട്ടികൾ കൂടി തയ്യാറാവുന്ന ദിനങ്ങൾ കൂടിയാണ് വരാൻ പോകുന്നത്. ദേശീയ തലത്തിൽ തന്നെ SDP പരമ്പരാഗതമായുള്ള അവരുടെ സമീപനം സെക്യുലർ പാർട്ടികളുമായി സഖ്യങ്ങളും ധാരണകളും ചർച്ചകളും മുന്നണിയും ഒക്കെ ആവാമെന്നുള്ള അവരുടെ പരമ്പരാഗത നയം തന്നെയാണ് അവർ ആവർത്തിക്കുന്നത്. ദേശീയ തലത്തിൽ തന്നെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അത്തരം നയത്തിന്റെ ബാക്കി പത്രമാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.